ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു ബീഫ് ചില്ലി ഉണ്ടാക്കാനാണ് പോകുന്നത്. ഇതാ കാരണം ഇന്നിപ്പോൾ കുറച്ച് നല്ല അടിപൊളി ബീഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശകലം ഞാനിപ്പോൾ ഒരു 1/2 കിലോ ബീഫ് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബീഫ് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ബീഫ് ചില്ലി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല വെടിച്ചില്ലൊരു ബീഫ് ചില്ലി. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പുതിയ വീഡിയോസ് എത്ര പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ബീഫ് ചില്ലി ഉണ്ടാക്കാൻ പോകാം. നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഈ ബീഫ് എല്ലാം ചെറിയ ചെറിയ പീസായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. കാരണം ഇത് ഒരുപാട് വലിയ പീസാക്കി എടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഇതേപോലെ ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് ഓരോ പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത പീസിനെ ഇനി വീണ്ടും ഇതേപോലെ കനം കുറച്ച് ഈ പരുവത്തിന് കനം കുറച്ച് അരിയുക. ഒരുപാട് കനം വരാൻ പാടില്ല. ഇത് കണ്ടോ, ഈ ഒരു പരുവത്തിന് ഇതേപോലെ കനം കുറച്ച് ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം. കാരണം ഒരുപാട് കട്ടി കൂടിപ്പോയി കഴിഞ്ഞാൽ വേവാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാകും. കാരണം ഇത് നമ്മൾ കുക്കറിനകത്ത് അടിച്ചെടുക്കുകയൊന്നും ചെയ്യുന്നില്ല, അല്ലാതാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് ഇത് ഞാൻ ഈ അരിയുന്ന പോലെ തന്നെ ചെറിയ ചെറിയ പീസുകളായിട്ട് വേണം നമുക്കിത് അരിഞ്ഞെടുക്കാൻ. അപ്പോൾ നമുക്ക് ഇതെല്ലാം നല്ലപോലെ ഒന്ന് ഈ ചെറിയ പീസായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. നമ്മുടെ ബീഫെല്ലാം നല്ല അടിപൊളിയായിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുണ്ട്, ഈ ഒരു പരുവത്തിന് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതേപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട്, നീളത്തിലുള്ള ചെറിയ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ എല്ലാം കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ്. ഇനിയിപ്പം നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതിനുള്ള മസാലക്കൂട്ടുണ്ടാക്കണം. അപ്പോൾ ഇവനെ അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിനുള്ള മസാലക്കൂട്ടുണ്ടാക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ നമ്മൾ മസാലക്കൂട്ടുണ്ടാക്കാനായിട്ട് ആദ്യം റെഡ് ചില്ലി സോസാണ് എടുക്കുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ റെഡ് ചില്ലി സോസ് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ചേർക്കുന്നുണ്ട്. ഇപ്പം 3 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതിലേക്ക് നമ്മൾ സോയാ സോസ്, ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ. അതിനുശേഷം നമ്മൾ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് എടുത്തേക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ നമ്മുടെ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചേർക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു 1/2 ടേബിൾ സ്പൂൺ നമ്മുടെ ഗരം മസാല. ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഗരം മസാലയുടെ. നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയ ഗരം മസാലയാണത്, നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതല്ല. ഇനിയിപ്പോൾ അടുത്തായിട്ട് ചേർക്കുന്നത് നമ്മുടെ കോൺഫ്ലവറാണ്. ഇതൊരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൗഡറാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ കണ്ടോ, ഒരു 4 പച്ചമുളക് അരിഞ്ഞു വെച്ചിരുന്നതാണ്. അപ്പോൾ നമ്മുടെ പച്ചമുളകും കൂടി ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർക്കൊന്നും വേണ്ട. ഇത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല എല്ലാം മിക്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. ഈ കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫും കൂടി ഇതിനകത്തേക്ക് ഇടുക. എന്നിട്ട് ഇതും നമ്മുടെ മസാലയും കൂടെ നല്ലപോലെ അങ്ങോട്ട് ഞെരടി ആ മസാല എല്ലാം കൂടെ നമ്മുടെ ബീഫിലോട്ടൊന്ന് പിടിക്കണം. നമ്മൾ ആ പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, ആ പച്ചമുളകൊക്കെ കൈവച്ച് നല്ലപോലെ ഞെരടി എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇത് മൊത്തം നമ്മുടെ ബീഫിലേക്ക് നല്ല വൃത്തിയായിട്ട് ആ മസാല എല്ലാം ഒന്ന് പിടിക്കണം. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല എല്ലാം നല്ല അടിപൊളിയായിട്ട് ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതൊരു കുറഞ്ഞതൊരു 1 മണിക്കൂർ മസാല എല്ലാം പിടിക്കാനായിട്ട് നോക്കണം. മിനിമം ഒരു മണിക്കൂർ എന്തായാലും വെച്ചേ പറ്റത്തുള്ളൂ.
എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. കാരണം ഒരു 1-1.5-2 മണിക്കൂർ വരെ വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. മിനിമം 1 മണിക്കൂർ എന്തായാലും വെക്കണം. അപ്പോൾ നമ്മൾ ഇതിനി ഒന്ന് 1 മണിക്കൂറത്തേക്ക് നമുക്കൊന്ന് അടച്ചു വെക്കാം. അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 1-1.25 മണിക്കൂർ ഞാനിപ്പോൾ ഇത് ഇങ്ങനെ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നല്ല അടിപൊളിയായിട്ട് മസാല എല്ലാം പിടിച്ച് ഇപ്പോൾ തന്നെ നല്ല അടിപൊളി ഒരു മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് ഫ്രൈ ചെയ്യാം. അങ്ങനെ ഇപ്പോൾ നമ്മളൊരു പാൻ ജസ്റ്റ് അടുപ്പിലൊന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള, നമ്മളത് വറുത്ത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് എന്തോരം എണ്ണ വേണോ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എണ്ണ യൂസ് ചെയ്താൽ മതി. അതിന് അളവൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പം അത്യാവശ്യം ഏകദേശം 1/2 കിലോ എണ്ണ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എണ്ണ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇനി നമ്മുടെ ഈ എണ്ണ ഒന്ന് ചൂടായി വരണം. അപ്പോൾ നമുക്ക് എണ്ണ ഒന്ന് ചൂടായി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് വീണ്ടും ഇതുണ്ടോ ഇതേപോലെ ഒന്ന് നമ്മൾ കഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിനകത്തേക്ക് നമ്മുടെ ബീഫ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിപ്പം നമുക്ക് ഒറ്റയടിക്ക് എല്ലാം കൂടെ ഫ്രൈ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ട്രിപ്പായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അത് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിൻ്റെ സൈസിൻ്റെ അനുസരിച്ചിരിക്കും. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഈ പാൻ ചെറിയ ഒരു പാനായതുകൊണ്ട് എനിക്ക് 2ആയിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് നല്ല അടിപൊളിയായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇപ്പോൾ ഏകദേശം നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുണ്ടോ, ഇതിപ്പം ആ ഒരു കറക്റ്റ് പരുവത്തിന് ഇപ്പോൾ ഏകദേശം നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഇപ്പോൾ ഇത് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് ഇത് കറക്റ്റ് പരുവത്തിനായി കഴിയുമ്പോഴത്തേക്ക് ഇതുണ്ട് ഇതെല്ലാം കൂടെ ഒട്ടിപ്പിടിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂടെ ഒരു ഒട്ടിപ്പിടിച്ച ഒരു പരുവാകും. അതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയി നല്ലപോലെ ഇപ്പോൾ വെന്തിട്ടുണ്ട് ഇതെല്ലാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഈ ട്രിപ്പ് നമ്മൾ ഫ്രൈ ചെയ്ത് ഇവനെ നമുക്കൊരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് മാറ്റാം. അങ്ങനെ ഇവനെ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇതൊന്ന് ജസ്റ്റ് അതിനകത്ത് ചെറിയ പാത്രമായതുകൊണ്ട് ഇതിനെ കോരി എടുക്കാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ട്. അപ്പം ഇതൊന്ന് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. കേട്ടോ, നമ്മുടെ ആദ്യത്തെ ആ ഒരു ട്രിപ്പ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതാണിത്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ആ ബീഫും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈ റെഡിയായി. പിന്നെ അതിനുശേഷം ഇതിനകത്തേക്ക് നമുക്ക് ചേർക്കേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസും ഉണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് ഇവനെ കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പും നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് റെഡിയാക്കി. ഇനി ഇപ്പോഴാണ് നമ്മുടെ ഇതിനകത്തുള്ള മെയിൻ ഇൻഗ്രീഡിയൻസിൻ്റെ പരിപാടികൾ. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് കോരിയതിന് ശേഷം നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ബീഫ് വറുത്തെടുത്ത എണ്ണ ഉണ്ടല്ലോ, ഈ എണ്ണയ്ക്കകത്തോട്ട് തന്നെ ഞാനിപ്പോൾ കണ്ടോ ഒരു 10-12 പച്ചമുളക് 2ആയിട്ട് കീറിയിട്ടൊക്കെയാണ്. അപ്പോൾ ഈ മുളക് നമുക്ക് എണ്ണയ്ക്കകത്തോട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കാരണം ഈ ഒരു നമ്മുടെ ബീഫ് ചില്ലിക്ക് അതിൻ്റെ ഒരു മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു മുളകാണ്. നമ്മൾ സാധാരണ കടകളിലൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരിക്കും എന്താ പറയുക നമ്മുടെ ബീഫ് ചില്ലി എന്ന് പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ചിക്കൻ ചില്ലിയൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് കുറേ നമ്മുടെ ക്യാപ്സിക്കവും കുറേ സോസും കുറച്ച് സവാള വലിയ വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എന്താ പറയുക ഒരുമാതിരി കുഴവിടാന്നുള്ള രീതിയിലാണ് ചില്ലി നമ്മുടെ ബീഫ് ചില്ലി അല്ലെങ്കിൽ ചിക്കൻ ചില്ലിയൊക്കെ ഉണ്ടാക്കി തരുന്നത്. പക്ഷേ ഇതെന്ന് പറയുന്നത് അതിനെയൊക്കെ നല്ല അട്ടാറ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി ബീഫ് ചില്ലി തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ മുളക് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുളകെല്ലാം നല്ലപോലെ അത്യാവശ്യം നല്ല ഫ്രൈ ആയിട്ടുണ്ട്. കാരണം ഫ്രൈ മീൻസ് നമ്മൾ ഒരുപാട് അങ്ങ് എന്താ പറയുന്നത് എന്താ പറയുന്നത് ഒരുപാട് അങ്ങ് ഡാർക്ക് ഫ്രൈ ആക്കി എടുക്കേണ്ട കാര്യമില്ലാണ്ട് ഈ ഒരു പരുവത്തിന് നമ്മൾ എടുത്താൽ മതി. അപ്പോൾ നമ്മൾ മുളക് ഫ്രൈ ഉണ്ടാക്കിയതിന് ശേഷം അതും കൂടി ഇതിലേക്ക് നമ്മുടെ ബീഫിൻ്റെ കൂടെ ചേർക്കാം. ബാക്കിയുള്ള മുളകും കൂടെ ഒന്ന് കോരി എടുക്കട്ടെ. കണ്ടോ, അപ്പോൾ ആ മുളകും കൂടി ഇതിനകത്തേക്ക് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കുറച്ച് കറിവേപ്പില. ഈ കറിവേപ്പിലയും കൂടെ സെയിം നമ്മുടെ എന്താ പറയുക ബീഫ് വറുത്ത് എണ്ണയ്ക്കകത്ത് തന്നെ. പ്രത്യേകിച്ച് കറിവേപ്പില ഫ്രൈ ആക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കും, പൊട്ടിത്തെറിക്കും.
മൊബൈലൊക്കെ അടുത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യുമോ അതല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത് നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് ദേഹത്തെ മുഖത്തൊന്നും തെറിക്കുക, അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ കറിവേപ്പിലയും കൂടെ ജസ്റ്റ് ഒന്ന് ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിന് അധികം സമയമൊന്നും വേണ്ട, ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു 10-20 സെക്കൻഡിൻ്റെ കാര്യമുള്ളൂ. അപ്പോൾ നമ്മുടെ കറിവേപ്പിലയും ഫ്രൈ ആയി. ഈ കറിവേപ്പിലയും കൂടെ നേരെ ഇതിനകത്തേക്ക് എടുത്തിടുക. ഇനിയാണ് നമുക്ക് അടുത്ത ഒരു പരിപാടിയും കൊണ്ട് ഇത് ലാസ്റ്റ് കലാശക്കൊട്ട് കൊട്ടുന്നതിനായിട്ട് നമുക്ക് ഒരു ചെറിയ കുറച്ച് ഐറ്റംസും കൂടെ നമ്മുടെ ബീഫിനകത്തേക്ക് ചേർക്കാറുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്താണെന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, ഇതിപ്പോൾ നമ്മൾ നേരത്തെ ബീഫ് ഫ്രൈ ചെയ്തെടുത്ത എണ്ണ തന്നെയാണ് ഇത് ഞാനിപ്പോൾ ബാക്കിയുള്ള എണ്ണ എല്ലാവരും പാത്രത്തിനകത്തേക്ക് മാറ്റിയതിന് ശേഷം ഒരു കുറച്ച് എണ്ണ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ ചേർക്കുന്നത് ഉണ്ട് ഈ നീളത്തിൽ അരിഞ്ഞ നമ്മുടെ ഇഞ്ചി, ഇതേപോലെ ചെറിയ ചെറിയ പീസായിട്ട് നീളത്തിൽ അരിഞ്ഞ ഇഞ്ചി ഇതിനകത്തേക്ക് ഇടുക. അതിൻ്റെ കൂടെ തന്നെ ചെറിയ അരിഞ്ഞ അതേപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞ നമ്മുടെ വെളുത്തുള്ളി, ഈ വെളുത്തുള്ളിയും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ഇത് ഏകദേശം ഒരു ബ്രൗൺ കളറായി വരണം. ആ ഒരു പരുവത്തിന് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിന് വേണം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ തീ നേരെ ലോ ഫ്ലെയിമിലാക്കുക. അതിന് ശേഷം നമ്മുടെ ബീഫും നമ്മുടെ മുളകും കറിവേപ്പിലയും കൂടെ എല്ലാം നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരുന്നത് ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടെ അതായത് ഈ മുളകും കറിവേപ്പിലയും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതെല്ലാം കൂടെ നല്ല പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക പച്ചമുളക് വറുത്തതും കറിവേപ്പിലയും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ബീഫും എല്ലാം കൂടെ നമ്മൾ ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പം ചേർക്കുന്നതാണ് ലാസ്റ്റ് നമ്മൾ ഒരു ഫുള്ള് നാരങ്ങയുടെ നീരും കൂടെ നമ്മൾ ഇതിനകത്തേക്കൊന്ന് പിഴിഞ്ഞങ്ങോട്ട് ചേർക്കുക. ഒരു ഫുൾ നാരങ്ങയുടെ നീര് ഞാൻ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇതും കൂടെ ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം നമ്മളിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക വീണ്ടും. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവനെ നമുക്ക് ഒന്ന് ഇളക്കി നല്ലതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ബീഫ് ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളി സാധനം എന്ന് പറഞ്ഞാൽ നല്ല കിഴുക്കാച്ച സാധനമാണിത്. ഇതിന്റെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ പച്ചമുളക് വറുത്ത് ചേർത്തേക്കുന്നതാണ്. അതായത് ഈ ഒരു ബീഫിന്റെ ഒരു പീസും അതിൻ്റെ കൂടെ ഈ ഒരു പച്ചമുളകും കൂടെ ഒന്ന് കടിച്ച് കഴിക്കുക. നല്ല അടിപൊളി സാധനം, നല്ല അടിപൊളി സാധനമാണ്. അപ്പം ഞാനിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എങ്ങനെ ഉണ്ടോ സംഭവം നോക്കട്ടെ. അപ്പോൾ ഒരു ബീഫിന്റെ പീസ് എടുക്കുക, പച്ചമുളക് അടിപൊളി. കാരണം പച്ചമുളക് നമ്മൾ എണ്ണയ്ക്കകത്ത് വറുത്തെടുത്തുകൊണ്ട് ആ ഒരു അത്ര എരിവോ കാര്യങ്ങളോ ഒന്നും പെട്ടെന്ന് എഫക്റ്റ് ആവില്ല. പക്ഷെ ടേസ്റ്റ് ഒന്നും പറയാനില്ല, അടിപൊളി സാധനം, അടിപൊളി സൂപ്പർ. അപ്പം ഇതെല്ലാവരും ഒന്ന് വീഡിയോയിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ബീഫ് ചില്ലി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ ദയവ് ചെയ്ത് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ എൻ്റെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ഓക്കെ, ബൈ.